ബാക്ക് ടു ഒരു ഷോർട്ട് വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് ഷോർട്ട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 15 മിനിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർക്ക്ലേ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു വെറ്റ് മാർക്കറ്റാണ്. നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് വന്ന് ചീപ്പായിട്ടും അല്ലെങ്കിൽ നല്ല ഗുഡ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാർക്ക്ലേ. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഇല്ല, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല തിരക്കാണ്. ഞാൻ നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പാർക്കിങ്ങും തിരക്കും ഒക്കെ കാണിച്ചു തരാമേ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുപോലും ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും കേട്ടോ. അത്രയും ആൾക്കാർ കാണും. ഇവരെല്ലാം ഈ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മീറ്റ് സെക്ഷനിൽ നല്ല ക്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോഴേ തന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീറ്റിൻ്റെ സെക്ഷനിൽ ക്യൂ നമ്പർ നമ്മൾ എടുക്കണം. ഈ പാർക്കിങ്ങിൻ്റെ ഇവിടെ നടക്കുമ്പോൾ ഭയങ്കര പാടായിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ബി പഠിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ പാർക്കിൽ. ഇവിടെ ചെടിയുണ്ട്, അത്യാവശ്യം ചെടി, അതുപോലെ ഡ്രസ്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ പാർക്ക്ലേ മാർക്കറ്റ്. ഇതിൻ്റെ കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ ഹോട്ട് ഫുഡൊക്കെ കിട്ടുന്നൊരു ഏരിയ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നല്ലൊരു ഇന്ത്യൻ ഫുഡ് കിട്ടുന്നൊരു ഇഡ്ലി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നമ്മൾ ഇടയ്ക്ക് ദോശയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഒത്തിരി വെജിറ്റബിൾസിൻ്റെ സ്റ്റോളുകളുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മീറ്റിൻ്റെ സെക്ഷൻ. അവിടെ ചെന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ക്യൂ നമ്പർ എടുക്കാം. അതിൻ്റെ തൊട്ടടുത്ത് ഫിഷിൻ്റെ ഉണ്ട്. എത്രയുടെ കിട്ടി? എത്രയാ? 72. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഈ പോർക്ക് നെക്കും പോർക്ക് ബെല്ലിയും ഹാഫ് മേടിക്കാമെന്ന് ഓർക്കുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ പീസസ് മേടിക്കാറ്. നല്ല പടുകൂറ്റൻ മീനുകളൊക്കെ കിടപ്പുണ്ട്. ഓസ്ട്രേലിയൻ കടലുകളിലെ മീനുകളൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ കാണാറുണ്ട്. നമുക്കിവിടെ നാട്ടിലെ റിസംബ്ലൻസ് ആയിട്ട് കിട്ടാറുള്ളത് ചാള കിട്ടാറുണ്ട്, പിന്നെ കൊഴുവ് കിട്ടാറുണ്ട്, പിന്നെ ചൂണയും പിങ്ക് ഫിഷ്, നെയ്മീനും ചൂരയൊക്കെ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കൊരു ഫിഷിൻ്റെ പീസും കൂടെ മേടിക്കാം. ഇതല്ലേ സ്മോൾ എന്ന് പറയാമോ? സ്പിനാച്ച് എടുക്കാം. ഇതേ അവിടെ ഇരിക്കുന്നത് കൊച്ചെടുത്തു. നമ്മളിത് അതല്ല മോനെ, നെക്സ്റ്റ് വൺ ഇത് ഓക്കെ, അതെടുത്തോ. ഒരു വെജിറ്റബിൾ സ്റ്റോളാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് മേടിക്കാറ്. ഇപ്പം ഓറഞ്ചിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് നല്ല പോലെ വിലക്കുറവുണ്ട്. നമുക്കിവിടെ ചീരയും നമ്മുടെ അത്യാവശ്യം പച്ചക്കറികളെല്ലാം ഇവിടെ നിന്ന് കിട്ടും. കണ്ടോ, നല്ല തിരക്കാണ്. സാറ്റർഡേ ദിവസങ്ങളിൽ രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിരക്കായിരിക്കും കേട്ടോ. ടേക്ക് സം മഷ്റൂംസ്. ഓക്കെ, കം ഓൺ. അപ്പം നമ്മുടെ ഹായക്കുട്ടനുള്ളതുകൊണ്ട് നമ്മളിങ്ങനെയാണ് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം നടക്കുന്നത്. ഇവിടെ വെണ്ടയ്ക്കൊക്കെ എപ്പോഴും ഭയങ്കര വിലയായിരിക്കും. നമ്മുടെ കറി ലീവ്സ് ഉണ്ടോ $2 വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് പറിച്ചുകൊണ്ട് വരും. മിക്ക വീടുകളിലും ഉണ്ടാവും കറി ലീവ്സ്. നമ്മുടെ മലയാളീസൊക്കെ കറി ലീവ്സ് വളർത്തുമല്ലോ. കഴിഞ്ഞ ആഴ്ച വന്നപ്പം തക്കാളിക്ക് ഭയങ്കര വിലയായിരുന്നേ. ഇപ്പം ഓക്കെ ആയി വരുന്നുണ്ട്. ഇത് നമ്മുടെ തക്കാളിയല്ല. ടൊമാറ്റോ അത് എടുക്കുന്നത്. പക്ഷേ യു നീഡ് ടു ടേക്ക് ദ കവർ ഫസ്റ്റ്. ബ്ലൂ കവർ ആദ്യം എടുക്കണം. ഓക്കെ, ഈ ടൊമാറ്റോ ആണേ. കഴിഞ്ഞ ആഴ്ച വന്നപ്പം ടൊമാറ്റോയ്ക്ക് $10 ആയിരുന്നു. ഇപ്പോൾ അത് $4.99 ആയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ടൈം വന്നപ്പം ടൊമാറ്റോ $10 പ്ലസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ വില കുറഞ്ഞു, ഭാഗ്യം. ഇപ്പോൾ സീസൺ അല്ല കേട്ടോ. ഇപ്പം വിൻ്റർ ആയപ്പം ഇത് പിടിക്കാൻ ഭയങ്കര പാടാണ്. ആയിക്കോട്ടെ, സമ്മതിക്കുന്നില്ല കേട്ടോ നമ്മളെ ഷോപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ പാതി വഴിക്ക് നിർത്തി. പിന്നെ നമ്മൾ കവറൊന്നും കൊണ്ടുവരാൻ പറഞ്ഞു. പ്ലാൻ ഇല്ലായിരുന്നേ, പെട്ടെന്ന് ചാടി കയറി വന്നതാണ്. അപ്പം ഇവിടെ പക്ഷേ എല്ലാം ഉണ്ട്. എഗ്ഗിനൊക്കെ ഇപ്പോൾ ഭയങ്കര, തക്കാളിക്ക് വില കുറഞ്ഞു കേട്ടോ. ഫോൺ റിപ്പയർ, റഗ്, പാത്രങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം നമ്മളിവിടെ ഒരു നട്ട്സിൻ്റെ കടയിൽ പോയിട്ട് കുറച്ച് ഡേറ്റ്സ് വാങ്ങിക്കാൻ പോയിട്ട് നല്ല നട്ട്സൊക്കെ കിട്ടുന്നൊരു കടയാണ്. ലെറ്റ്സ് ബൈ ദിസ് വൺ, മെജൂൾ ഡേറ്റ്സ്. വില കൂട്ടിയല്ലോ.
ഭയങ്കര ഒരു ഷോർട്ട് ട്രിപ്പ് ആയിപ്പോയിട്ട് നമ്മുടെ. അപ്പോൾ യൂഷ്വലി ഞങ്ങൾ ഫ്രൈഡേ ആണ് വരാറ്. അപ്പോൾ ഫ്രൈഡേ ആകുമ്പോൾ ഇത്ര വലിയ തിരക്കുണ്ടാവാറില്ല. പക്ഷേ സാറ്റർഡേ ഭയങ്കര തിരക്കാണ്. പിന്നെ സൺഡേ ആകുമ്പം സാധനങ്ങൾ കുറവായിരിക്കും, മിച്ചമുള്ള സാധനങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊന്നും നമുക്ക് ഷോപ്പിംഗ് തീരില്ല കേട്ടോ. ഷോപ്പിംഗ് നമ്മൾ പിന്നെ സ്റ്റില്ല് നമ്മുടെ മിൽക്ക് സാധനങ്ങളൊക്കെ കോൾസിന്നോ അല്ലെങ്കിൽ വൂൾവർത്തിന്നോ ആൽഡിന്നോ ഒക്കെ പോയി മേടിക്കണം. അപ്പം ഇത് മിക്സ് ചെയ്ത് അപ്പം ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരും, പാർക്കിലേക്ക് വരും. വന്നാലുള്ള മെയിൻ പ്രശ്നം ഇതാ, ഈ പാർക്കിങ്ങും കാറും. പക്ഷെ നമുക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ പ്രശ്നം ഇല്ലായിരുന്നു. ഇപ്പൊ ഇന്നെന്തോ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര പീക്ക് പീരീഡില്ല വന്നേന്ന് തോന്നുന്നു. അല്ല, അത് ഇപ്പൊ ഒത്തിരി വ്യത്യാസം വന്ന പോലെ എനിക്ക് തോന്നി. വോൾവർത്തുമായിട്ടും മാർക്കറ്റുമായിട്ടും ഒത്തിരി വ്യത്യാസമുള്ള പോലെ. അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങോട്ട്. ശരിയാ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇവിടെ കുറച്ചുകൂടി $6 ആണെങ്കിൽ ഇവിടെ $3, 50% ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തോന്നി. അത് പണ്ട് അത്ര ഇല്ലായിരുന്നു, ഈയിടെയായിട്ട് ഒരു 2 മാസമായിട്ട്. പിന്നെ എഗ്ഗിന് $6, $5.60 ഒക്കെ, ഇവിടെ $2. അതെ, കാടമുട്ടയ്ക്ക് എത്രയാണെന്നറിയോ? അറൗണ്ട് ദാറ്റ് സംതിങ്. അതിനൊന്നും കിട്ടില്ല. കടയില് കാടമുട്ടയ്ക്ക് $7 ഒക്കെയാണ്. കിട്ടില്ല. അപ്പൊ ആ വ്യത്യാസമുണ്ട്. അത് നോക്കി വാങ്ങിക്കാൻ പഠിക്കണം. യൂഷ്വലി ഞാൻ പോകുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഒന്ന് പോയിട്ട് ഒരു 6 വെജിറ്റബിൾ സ്റ്റോൾസ് ഒന്നും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് നിന്ന് മേടിക്കാറ്. പക്ഷേ എനിക്ക് തോന്നുന്നു കാർഡ് വെച്ച് പേ ചെയ്യുമ്പോൾ ഒരു മിനിമം ഫീ എന്തോ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് സൂൺ ഇല്ലാണ്ടാകും, ഒക്ടോബർ ആകുമ്പോഴത്തേനും അത് നിർത്തുന്ന പറയുന്നത്. അപ്പോൾ അതൊരു ഡ്രോബാക്ക്. അപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അവരുടെ ഈ സൈഡിലായിട്ട് അവർക്ക് കുറേ പ്ലാന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് തുളസിയൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചേക്കാണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. മണ്ണും വളവും സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് ഇവിടുന്ന് കിട്ടും. ബണ്ണിങ്സിലേക്കാണ് കുറച്ചുകൂടെ ചീപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഷോർട്ട് മാർക്കറ്റ് ടൂർ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓൾസോ കീപ് ലവിങ്. ബൈ ബൈ. ബൈ. Can you say bye?